ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ക്രിക്കറ്റ് ഷോ. അങ്ങനെ അത് സംഭവിച്ചു. ഇന്ന് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയുടെ സ്വന്തം നാട്ടിൽ പഞ്ഞിക്കിട്ടു, നൈസായി പഞ്ഞിക്കിട്ടു. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട തോൽവിക്ക് പകരമെന്നോണം എന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക നൈസായി ഇന്ത്യക്ക് നല്ല ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന T20 വേൾഡ് കപ്പിൽ ഡിഫെൻഡിങ് വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക പൂർണ്ണമായ മേധാവിത്വത്തോടു കൂടി തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഇന്ത്യ വേൾഡ് കപ്പിലൊരു തോൽവി അറിഞ്ഞിരിക്കുകയാണ്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ആദ്യമായി ഒരു തോൽവി അങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കളിയുടെ എല്ലാ മേഖലകളിലും തന്നെ ഇന്ത്യയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഈ വിജയം കൈവരിച്ചത്. അക്ഷരാർത്ഥത്തിൽ കൂടുതൽ സ്കോർ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും കൂടി തന്നെയാണ് ഇപ്രാവശ്യവും ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. സഞ്ജു സാംസന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. തീർത്തും നിറം മങ്ങിയ പ്രകടനമാണ് ഓപ്പണർമാരുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായത്. ഇഷാൻ കിഷൻ ഡക്കായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മയ്ക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഡക്കിൽ നിന്ന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ പതിവ് കളിയിൽ നിന്ന് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി 12 ബോളിൽ 15 റൺസാണ് അദ്ദേഹം നേടിയത്. അതിനുശേഷം അദ്ദേഹം കോർബിൻ ബോസ്ക് ക്യാച്ച് എടുത്ത് മാക്രോ ജാൻസന്റെ ബോളിൽ ഔട്ടായി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് വന്ന സെൻസിബിൾ ക്രിക്കറ്റ് കളിച്ചെന്ന തിലക് വർമ്മയ്ക്കും കൂടുതലായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. തിലകും ഒരു റൺസ് എടുത്ത് മാക്രോ ജാൻസന് വിക്കറ്റ് സമ്മാനിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അങ്ങോട്ടേക്ക് സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ റൺ ചേസ് ചെയ്യാനായി ഇന്ത്യ ശ്രമം തുടങ്ങി. പക്ഷേ ദൗർഭാഗ്യമെന്നോളം സൂര്യകുമാർ യാദവും ഔട്ടായി പോയി. അദ്ദേഹത്തിനും 18 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സൂര്യകുമാർ യാദവിനും സാധിച്ചില്ല. അങ്ങനെ വീണ്ടും സൗത്ത് ആഫ്രിക്കയുടെ 188 റൺസ് എന്ന ടാർഗറ്റ് ഇന്ത്യ പിന്നീട് ശിവൻ ദുബെയുടെയും ഹാർദിക് പാണ്ഡ്യയും കൂടിയുള്ള ഒരു ശ്രമം നമുക്ക് കാണാൻ സാധിച്ചു. ശിവൻ ദുബെ അദ്ദേഹം മാത്രമാണ് ഇന്ത്യൻ ടീമിൽ ഒരു ഏറ്റവും ടോപ്പ് സ്കോററായത്. 42 റൺസ്, അതിൽ തന്നെ 3 സിക്സും 1 ബൗണ്ടറിയും അടക്കം 42 റൺസ്. ഹാർദിക് പാണ്ഡ്യയ്ക്കും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളുണ്ടായെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് സ്കോർ ചെയ്ത് ടീമിനെ മുന്നോട്ടേക്ക് വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല. ഹാർദിക് പാണ്ഡ്യയും 18 റൺസ് മാത്രമെടുത്ത് കാശു മഹാരാജാവിന് വിക്കറ്റ് സമ്മാനിച്ച് ഔട്ടായിപ്പോയി. പിന്നീട് വന്ന റിങ്കു സിംഗ്, അർഷദീപ് സിംഗ് എല്ലാവരും ഉടനെ തന്നെ പവലിയനിലേക്ക് ഔട്ടായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവസാന വിക്കറ്റായി ബുംറയും കൂടി ഔട്ടായതോടുകൂടി ഇന്ത്യയുടെ പൂർണ്ണമായ പതനം അതിനെ സൗത്ത് ആഫ്രിക്ക ആണിയടിച്ചു. ഇനി സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമായി ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്ക 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസാണ് സൗത്ത് ആഫ്രിക്ക സ്കോർ ചെയ്തത്. സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഒന്ന് വിറപ്പിച്ചു. തുടക്കത്തിൽ 2-3 വിക്കറ്റുകൾ സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യ പിഴുതു. അതിൽ തന്നെ ജസ്പ്രീത് ബുംറ 2 വിക്കറ്റും അർഷദീപ് സിംഗ് 1 വിക്കറ്റും വീഴ്ത്തി. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ സാധിച്ചത് മില്ലറിൻ്റെയും ബ്രേവിസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പും ആ പാർട്ട്ണർഷിപ്പിലൂടെ സൗത്ത് ആഫ്രിക്ക പിന്നീട് മുന്നേറുന്നതുമാണ് നമ്മൾ കണ്ടത്. ഒരു തരത്തിലും ഇന്ത്യക്ക് പിന്നീട് അങ്ങോട്ടേക്ക് വിക്കറ്റുകൾ വീഴ്ത്താനോ ആ ആദ്യഘട്ടത്തിൽ കൊടുത്ത സ്ട്രൈക്കും അല്ലെങ്കിൽ ആ ഒരു അടിയും പിന്നീട് അങ്ങോട്ടേക്ക് തിരിച്ച് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്ക അതിൽ നിന്ന് കരകയറി. ഈ കൂട്ടുകെട്ടിൻ്റെ സഹായത്താലാണ് സൗത്ത് ആഫ്രിക്ക പിന്നീട് മികച്ച റൺസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. തുടർന്ന് വന്ന സ്റ്റബ്സും 44 റൺസ് സമ്പാദിച്ചു. പിന്നീട് വന്ന
ആളുകളെല്ലാം ചേർന്ന് സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ 157 റൺസ് എന്ന നിലയിൽ അവസാനിപ്പിച്ചു. ഓർക്കണം, തുടക്കത്തിൽ അവർ 3 വിക്കറ്റ് നഷ്ടത്തിൽ 20 റൺസ് എന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് സൗത്ത് ആഫ്രിക്ക വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിച്ച് സ്കോറിംഗ് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യക്കായി ബൗളിങ്ങിൽ അർഷദീപ് സിംഗ് 28 റൺസിന് 2 വിക്കറ്റും, ബുംറ വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റും വീഴ്ത്തി. വരുൺ ചക്രവർത്തി, ശിവൻ ദ്യൂബെ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നടു ഒടിച്ചത് ഇപ്രാവശ്യം മറ്റാരും തന്നെയല്ല, മൈക്രോ ജാൻസൺ ആണ്. അദ്ദേഹം 4 വിക്കറ്റ്, പ്രധാനപ്പെട്ട ഇന്ത്യയുടെ 4 വിക്കറ്റുകളാണ് ജാൻസൺ വെറും 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് കടപുഴക്കിയത്. 3.5 ഓവറിൽ അദ്ദേഹത്തിന് കൂട്ടായി കേശവ് മഹാരാജ് 24 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി. പിന്നീട് മാക്രം 1 വിക്കറ്റ് വീഴ്ത്തി, ബോക്സ് 2 വിക്കറ്റ് വീഴ്ത്തി. ഇങ്ങനെ ഉള്ള ഒരു തകർപ്പൻ ബോളിംഗ്, ഫീൽഡിംഗ്, ഓൾറൗണ്ട് പ്രകടനത്തിലൂടെ ഇന്ത്യയെ നിലംപരിശാക്കുന്ന സൗത്ത് ആഫ്രിക്കയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പൂർണ്ണമായി കളിയുടെ എല്ലാ മേഖലകളിലും ഇന്ത്യയെ എന്താ പറയുക, ഔട്ട്ഫീൽഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസാണ് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചത്. ഒരു തരത്തിലും ഇന്ത്യക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ ഇന്ത്യ 100 റൺസിന് തന്നെ ഓൾ ഔട്ടായി പോകുമോ എന്നുള്ള ഒരു പേടിയും നമുക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടെങ്കിലും 100 കടത്താൻ സഹായിച്ചത് ശിവൻ ദുബെയുടെ ആ ഒരു ഇന്നിങ്സ്, അത് ഒന്നുകൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ മേഖലകളിലും സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ കടത്തിവെട്ടി. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ആ ഒരു തോൽവിക്ക് നല്ലൊരു പ്രതികാരം പ്രൊട്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തീർച്ചയായും നമ്മൾ ഈ കളിയിലേക്ക് കൂടുതലായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തീർച്ചയായിട്ടും നിരാശപ്പെടുത്തി. ഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ തുടങ്ങിയവരെല്ലാം, തിലക് വർമ്മ, വളരെ ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഈ 3 ബാറ്റ്സ്മാൻമാരും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പണിംഗ് മോശമായതോടുകൂടി പിന്നീട് അങ്ങോട്ടേക്ക് സ്കോറിംഗ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള വീക്ക്നെസ്സുകളും പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിലക് വർമ്മയ്ക്കും സെൻസിബിൾ ഇന്നിങ്സ് കളിക്കാനോ മുന്നോട്ട് നയിക്കാനോ ജയിപ്പിക്കാനോ സാധിച്ചില്ല. സൂര്യകുമാർ യാദവിനും ആർക്കും തന്നെ ഒരു നങ്കൂരമിട്ട് കളി ജയിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഇന്ത്യൻ ടീമിൻ്റെ ഒരുപാട് ന്യൂനതകളാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. വലം കൈ ഇടം കൈ കോമ്പിനേഷൻസ്, അതുപോലെ ഓപ്പണർമാർ ഔട്ടായി പോയാലുള്ള ടീമിൻ്റെ അവസ്ഥ, ഇന്ത്യയുടെ ബോളിങ്ങിലെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തോൽവിയുടെ അടിസ്ഥാനത്തിൽ സഞ്ജു സാംസൺ അടുത്ത പ്രാവശ്യത്തെ കളിയിൽ ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എന്തായാലും തീർച്ചയായും ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണികൾക്കുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്ത് തന്നെയായാലും സൗത്ത് ആഫ്രിക്ക വളരെ മധുരമായിട്ടുള്ള ഒരു പ്രതികാരം കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പിന് പകരമായി ഇന്ത്യക്ക് തിരിച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ ഒരു തോൽവി ഇന്ത്യ രുചിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ കളിയോടുകൂടി സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്ക മുന്നിലെത്തി. ഇന്ത്യ സ്കോറൊന്നുമില്ലാതെ -3 റൺ റേറ്റിൽ തുടരുന്നു. ഇന്ത്യയുടെ അടുത്ത കളി സിംബാബ്വെക്കെതിരെയാണ്. അതും ഒരു തീവ്രമായ പോരാട്ടം തന്നെയായിരിക്കും. രണ്ട് സൈഡിലും, പ്രത്യേകിച്ച് ഇന്ത്യക്ക് കടുപ്പമേറിയതായിരിക്കും. വളരെ വലിയ മാർജിനിൽ ജയിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ ഗ്രൂപ്പ് 8-ലെ ഇന്ത്യയുടെ തോൽവി ഇന്ത്യയുടെ സ്ഥാനങ്ങളെ ഒരു ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ്. എന്തായാലും അടുത്ത വ്യാഴാഴ്ചയാണ് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള കളി. നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാനായി. അതുവരെ ബൈ ബൈ.